ബാലാകോട്ടിലെ തിരിച്ചടിക്ക് ശേഷം കനത്ത ജാഗ്രതയിലാണ് രാജ്യം. ഇന്ന് പുലർച്ചെ ഷോപ്പിയാനിൽ ഭീകരരും സൈനികരും തമ്മിലുള്ള ഏറ്റുമുട്ടലിൽ 2 ഭീകരർ കൊല്ലപ്പെട്ടതായി റിപ്പോർട്ട്. ഇന്ന് പുലർച്ചെ 2 മണിക്ക് ആരംഭിച്ച ഏറ്റുമുട്ടൽ 8 മണി വരെ നീണ്ടു. ആക്രമണത്തിൽ 5 ഇന്ത്യൻ സൈനികർക്ക് പരിക്കേറ്റു. നിസ്സാര പരിക്കുകളാണ് സൈനികരുടേതെന്നാണ് പ്രാഥമിക വിവരം. ഇന്ത്യ നടത്തിയ ആക്രമണത്തിൽ പാകിസ്ഥാന്റെ 5 സൈനിക പോസ്റ്റുകൾ തകർന്നു. ഇന്ത്യയുടെ പ്രത്യാക്രമണത്തിൽ നിരവധി പാക് സൈനികർക്കും പരിക്കേറ്റതായി റിപ്പോർട്ടുകളുണ്ട്. ബാലാകോട്ട് ആക്രമണത്തിന് പിന്നാലെ ഇന്നലെ വൈകിട്ട് 6 മണിയോടെയാണ് പാകിസ്ഥാൻ വെടിനിർത്തൽ കരാർ ലംഘിച്ചത്. ഇതിനു പിന്നാലെ നിയന്ത്രണ രേഖയിൽ 12 സ്ഥലങ്ങളിൽ വെടിനിർത്തൽ ലംഘനമുണ്ടായി. പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും ആക്രമണം ഉണ്ടായതോടെ ഇന്ത്യൻ സേന ശക്തമായി തിരിച്ചടിച്ചു. യാതൊരു പ്രകോപനവും കൂടാതെയായിരുന്നു പാകിസ്ഥാൻ ഇന്ത്യൻ സേനയ്ക്ക് നേരെ വെടിയുതിർത്തത്. തുടർച്ചയായി 3-ാം ദിവസമാണ് പാകിസ്ഥാൻ വെടിനിർത്തൽ കരാർ ലംഘിക്കുന്നത്. ബാലാകോട്ടിൽ ഇന്ത്യ നടത്തിയ തിരിച്ചടിക്ക് ശേഷം ഇന്ത്യ പാക് അതിർത്തി ഇപ്പോഴും കലുഷിതമാണ്.